പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. 2020 അവസാന മണിക്കൂറുകളിലേക്ക് നാം വന്നെത്തിയിരിക്കുന്ന ഈ പ്രത്യേക സമയം കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള വിലപ്പെട്ട അവസരമായി അനേക ദൈവമക്കൾ കരുതുന്നുവല്ലോ. 2020 വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരും നമ്മുടെ ഇടയിലുണ്ട് എന്നത് മറന്നു പോകുന്നില്ല. 2020 വിജയഗാഥ മുഴക്കുവാൻ കഴിയത്തക്ക നിലയിൽ ദൈവിക വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷ്യം പറയുവാൻ കഴിയുന്നവരെയും ദൈവം നമ്മുടെ നടുവിൽ ശേഷിപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പുതിയ വർഷത്തിന് വേണ്ടി ഏറിയ പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കി ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പുതുവത്സര സന്ദേശം നൽകുവാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തെ ഒരു ഭാഗ്യമായി പദവിയായി കണക്കിടുന്നു. കഴിഞ്ഞ 40 വർഷം പിന്നിടുന്ന എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും 38 വർഷം പിന്നിടുന്ന ക്രിസ്തീയ ശുശ്രൂഷയിലും അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുള്ള സ്നേഹമസൃണമായ ദൈവമക്കളുടെ കൈത്താങ്ങലുകൾ, പ്രാർത്ഥനാ പിൻബലങ്ങൾ, ദൈവദാസന്മാരുടെ ആത്മീയ ആലോചനകൾ, ഉപദേശങ്ങൾ, ശുശ്രൂഷാ സഹായങ്ങൾ എല്ലാവയ്ക്കും ഞാൻ നന്ദിയുള്ളവൻ ആയിരിക്കുമ്പോൾ തന്നെ കുടുംബമായി പുതുവർഷം ഈ വചനം കേൾക്കുന്ന ഏവർക്കും സർവശക്തനായ ദൈവം എല്ലാവിധ നന്മകളും ആശംസിക്കട്ടെ, അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിന് വ്യാപ്തിക്ക് പ്രയോജനപ്രദമായി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്നു. ലോകം ഒരു വിഷമവൃത്തത്തിലായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല. ലോക ഭൗതികമായ കെട്ടുപണികൾ, സാമ്പത്തിക ഉന്നമനങ്ങൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോൾ സാങ്കേതിക മികവുകളുടെയും സാമ്പത്തിക ഔന്നത്യത്തിൻ്റെയും ചവിട്ടുപടികൾ കയറി ശാസ്ത്രം പുതിയ ലോകത്തിലെത്തുവാൻ, പുതിയ ലോകം വിഭാവനം ചെയ്യുവാൻ, സൗരയൂഥത്തിൽ എവിടെയെങ്കിലും മനുഷ്യവാസത്തിന് യോഗ്യമായ ഒരാവാസ വ്യവസ്ഥിതി കണ്ടുപിടിക്കുവാൻ ലോകം തത്രപ്പെടുന്നതിൻ്റെ നടുവിൽ ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി അധ്യധ്വാനം ചെയ്യുവാൻ സമർപ്പിതരായ ദൈവമക്കൾക്ക് തീർച്ചയായും ഈ പുതുവർഷം ദൈവവചന അടിസ്ഥാനത്തിൽ ശുഭകരമായ പ്രത്യാശാജനകമായ അനുഭവങ്ങളാണ് പങ്കിടുവാനുള്ളത് എന്നത് നിസ്തർക്കം തന്നെയാണ്. 2021 13 ദൈവമക്കൾ എന്തെല്ലാം പ്രതീക്ഷിക്കുവാൻ കഴിയും എന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സംശയകരമായ അനുഭവമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്നു, ലോകത്തിൽ പ്രതീക്ഷയ്ക്ക് വക എന്നുമില്ല. നിരാശാജനകമായ അനുഭവങ്ങളാണ് ഭാവി ലോകത്തിന് വാഗ്ദാനം ചെയ്യുവാനുള്ളത്. ഇന്നത്തെ ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അതിൻ്റെ മികവുകൾ, ഗമനാഗമനങ്ങൾ, യാത്രകൾ, സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ ലോകം എവിടെയോ തല്ലി തകരുവാൻ പോകുന്ന ഒരു വലിയ കപ്പലിനോട് സമാനമായി ചിത്രീകരിക്കുകയാണ്. എക്കോളജിക്കൽ ഇംബാലൻസ്, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, വൈൽഡ് ഫയർ, ഫോറസ്റ്റ് അനീലേഷൻ, നാച്ചുറൽ കലാമിറ്റീസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിലിറ്റി, കൾച്ചറൽ ഡിവാസ്റ്റേഷൻ, മോറൽ ഇൻഹലേഷൻ, സോഷ്യൽ ഇൻജസ്റ്റിസ്, കമ്മ്യൂണൽ ഇൻസർജൻസ്, ടെററിസ്റ്റ് അറ്റാക്ക്, ആറ്റമിക് റേഡിയേഷൻ, കെമിക്കൽ റിയാക്ഷൻസ്, കണ്ടേജിയസ് ഡിസീസ്, സ്പിരിച്വൽ ഡാർക്ക്നെസ് എന്നിങ്ങനെ ലോകത്തെ നാശോന്മുഖമായ ഭാവിയിലേക്ക്, ഇരുളടഞ്ഞ ഒരു അന്ധകാര മണ്ഡലത്തിലേക്ക് തല്ലാമെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത വ്യവസ്ഥിതിയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നമ്മുടെ ഭാവി തലമുറ എവിടെയായിരിക്കും എന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഭാവി അനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് ഈ വിഷയങ്ങൾ വിശദമായി പഠിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമയപരിമിതിയാൽ ഞാൻ ഇതിനെ വിശദീകരിക്കുവാൻ തുനിയാതെ ദൈവവചന അടിസ്ഥാനത്തിൽ ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വിശുദ്ധ വചനത്തിൽ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ ധന്യനായ പൗലോസ് ലീഗ പറയുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അധാർമികതയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതായ ഒരു വല്ലാത്ത തലമുറയെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.
പെന്തക്കോസ്തുകാരായ ആത്മീയരായ ക്രൈസ്തവരായ വിശ്വാസത്തിനു വേണ്ടിയും സത്യപ്രമാണത്തിനു വേണ്ടി നിലകൊണ്ട മലങ്കര ക്രൈസ്തവരെ പോലും ഞെട്ടിപ്പിക്കുന്ന അനാത്മീയതയിലേക്ക്, ആത്മീയ അന്ധതയിലേക്ക്, ഉപദേശ വ്യതിചലനത്തിലേക്ക്, ആത്മീയ മൂല്യച്യുതിയിലേക്ക് ക്രൈസ്തവ സഭകൾ പോകുന്ന ഒരു ഗതികെട്ട കാഴ്ച നാം കേരളത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറകളെ ആത്മീയ അന്ധതയിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ജാതീയമായ വശീകരണ തന്ത്രങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ, ആശയാവിഷ്കാരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, തർക്കവിതർക്കങ്ങളിലൂടെ, സ്വാധീനതയിലൂടെ, സഹായങ്ങളിലൂടെ ഒക്കെ അന്ധകാര ശക്തി അതിൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി നെട്ടോട്ടമിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ നമുക്ക് ഈ പുതുവർഷത്തിൻ്റെ പ്രവേശന ദിവസം തന്നെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും അന്നല്ലാതെ മറ്റൊന്ന് പ്രതീക്ഷിക്കുവാൻ യാതൊന്നുമില്ലാത്ത ഒരു വല്ലാത്ത കാലത്ത് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകയാൽ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകയാൽ, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളമിരച്ച് കലങ്ങി അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടും ില്ല. കാരണം 7-ാം വാക്യത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. 2021 എന്തു സംഭവിക്കും എന്ന് നാം അറിയുന്നില്ല. 2019 ആരംഭിച്ച കൊറോണയുടെ സംഹാര താണ്ഡവം 2020 അതിൻ്റെ ഭീഭത്സമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പുതുവർഷത്തിൻ്റെ പൊൻപുലരി കാത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന നമുക്ക് ലോകത്തിൽ നിന്ന് ശുഭകരമായതൊന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയില്ലെങ്കിലും, ലോകത്തിൽ ഒരു ദൈവവൈദ്യ കഷ്ടത മാത്രമേ ഉള്ളുവെങ്കിലും കഷ്ടതയുടെ നടുവിൽ കൈവിടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. കർത്താവാം യേശുവിൻ്റെ വരവാണ് ഒരു ദൈവവൈദ്യൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. യേശുനാഥൻ്റെ വരവ് നമ്മുടെ പ്രതീക്ഷയാകട്ടെ, അതാകട്ടെ നമ്മുടെ പ്രത്യാശ, അതാകട്ടെ നല്ല നാളുകളെ നോക്കിപ്പാർക്കുവാൻ, നാളുകളിലെ ജീവിത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ പ്രചോദനം നൽകുന്ന ആത്മീക വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി മുന്നേറുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ പ്രബോധിപ്പിക്കുകയാണ്. ഈ പുതുവർഷം എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളേണ്ട 4 തീരുമാനങ്ങൾ പറഞ്ഞ് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ലെറ്റ് ദിസ് ഇയർ ബി എ ഇയർ ഓഫ് സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പുതുവർഷം ആത്മീക മുന്നേറ്റത്തിൻ്റെ വർഷമായി കൈക്കൊള്ളുവാൻ തയ്യാറാകട്ടെ, അനുഭവിപ്പാൻ ഇടവരട്ടെ. അതിനുവേണ്ടി സമർപ്പിതരായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ. Let this year be an year of spiritual revival. ആത്മീക മാന്യതയുടെയും ദൈവ ഭക്തിക്ക് വിദ്വേഷമായ ആത്മീക മൂല്യച്യുതിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത കാലത്ത് ഒരാത്മീക ഉണർവിനെ ലക്ഷ്യമാക്കി പ്രാർത്ഥനയിൽ പോരാടുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ പ്രബോധിപ്പിക്കുന്നു. 3-ാമത്, let this year be an year of winning souls. ആത്മാക്കളെ നേടുന്ന വർഷമാവട്ടെ. ജാതികൾ ദൈവസഭയെ ജാതീയമായ നിലയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുവാൻ തത്രപ്പാട് കാണിക്കുമ്പോൾ വല്ലവിധേനയും ഒരാത്മാവിനെയെങ്കിലും നേടി ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് തയ്യാറാകാം. 4-ാമത്, അധർമ്മത്തിൻ്റെ മർമ്മം അതിൻ്റെ സകല ശക്തിയോടും കൂടെ വ്യാപരിക്കുന്ന ഈ വല്ലാത്ത കാലത്ത് നമുക്ക് പ്രാർത്ഥനയുടെ ശൃംഖല വർദ്ധിപ്പിക്കാം. നമ്മോടുകൂടെ പ്രാർത്ഥിക്കുവാൻ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ പങ്കാളിയെങ്കിലും കണ്ടെത്താം. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് മുന്നേറാം. 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവാം യേശുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കേവർക്കും കൃപാദൈവം നൽകട്ടെ. ഈ പുതുവർഷം സർവശക്തനായ ദൈവം തൻ്റെ തിരു സാന്നിധ്യം കൊണ്ട് വർഷത്തിൻ്റെ എല്ലാ നാളുകളിലും ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും നിങ്ങളെ കാക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ക്രിസ്തുവിൻ്റെ സ്നേഹിതൻ പ്രിയ ജോസ് ബ്രദറിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന
പ്രാർത്ഥനാ സഹകാരിയായി തുടരുവാൻ താല്പര്യമുള്ളവനാണ്. നിങ്ങൾ എനിക്ക് എഴുതുവാൻ മറക്കരുത്, പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കിടുവാൻ മറക്കരുത്. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സഹകാരി പാസ്റ്റർ CV എബ്രഹാം.